ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾസ് ആൻഡ് ഫൈൻഡ് വിച്ച് പെയർ ഓഫ് വേരിയബിൾസ് ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കോളം നോക്കിയേ, എക്സ് വൈ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണോ എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചത്, x1 y1 ഈസ് ഇക്വൽ ടു x2 y2 ആയിരിക്കും ഇല്ലേ. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നോക്കിയേ, ഇത് x1 x2 x3 x4, ദിസ് ഈസ് y1 y2 y3 y4. അപ്പോൾ x1 y1 ഈസ് ഇക്വൽ ടു x2 y2 ആണോ നോക്കിയേ. x1 ഈസ് 50 ഇൻറ്റു y1 ഈസ് 5 ഈസ് ഇക്വൽ ടു x2 ഈസ് 40 y2 ഈസ് 6. എന്ത് വരും? 50 ഇൻറ്റു 5 ഈസ് 250, 40 ഇൻറ്റു 6 ഈസ് 240. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല, നോട്ട് ഈക്വൽ ആണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതി ചെയ്തോ കേട്ടോ. അതായത് x1 y1 ഈസ് ഈക്വൽ ടു ദിസ്, x2 y2 ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 6 ഇങ്ങനെ എഴുതി ചെയ്തോ കേട്ടോ. ഇങ്ങനെ ചെയ്യണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ തന്നിരിക്കുന്നതിനെ എങ്ങനെ നമുക്ക് നോക്കാം. x1 y1 നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. x1 ഇൻറ്റു y1 എന്ത് വരും? 100 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 6000. ഇനി x2 ഇവിടെ നമുക്ക് ആദ്യത്തെ ചെയ്തപ്പോൾ തന്നെ എന്താണ്, നോട്ട് ഈക്വൽ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ നോട്ട് ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ എഴുതി കേട്ടോ. ഇവിടെ നമുക്ക് 6000 കിട്ടി. ഇനി x2 y2 ചെയ്താലോ, ഇത് x2 ഇത് y2. അപ്പോൾ 200 ഇൻറ്റു 30 ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 6. ഇത് നമുക്ക് 6000 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ ചെയ്ത് നോക്കണം. x3 y3 300 ഇൻറ്റു 20 അത് എന്ത് വരും? 3 ഇൻറ്റു 2 6 6000 കിട്ടി. അടുത്തതും നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തതും കൂടെ നോക്കുന്നു. x4 y4 400 ഇൻറ്റു 15 ഇൻറ്റു 4 ഈസ് 60. അത് നമുക്ക് എന്ത് കിട്ടി? 2 സീറോയും കൂടി ഇട്ട് കൊടുത്തപ്പം 6000. എല്ലാം നമുക്ക് ഈക്വലായിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, x1 y1 ഈസ് ഈക്വൽ ടു x2 y2 ഈസ് ഈക്വൽ ടു x3 y3 ഈസ് ഈക്വൽ ടു x4 y4. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും എന്തിനാ ഇങ്ങനെ എഴുതിയെന്നല്ലേ. അപ്പോൾ എല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതി കേട്ടോ. ഈക്വൽ അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈക്വൽ അല്ലാത്തത് ഏതാണെന്ന് എഴുതിയാൽ മതിയായിരുന്നു. നമുക്ക് എന്ത് പറയാം, ഹെൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിനകത്ത് നമുക്ക് x1 y1 ചെയ്ത് നോക്കാം. x1 y1 ഈസ് ഈക്വൽ ടു x1 ഈസ് 90 y1 ഈസ് 10 ദാറ്റ് ഈസ് 900. ഇനി x2 y2 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 15 ഇൻറ്റു 6 ഈസ് 90. 60യുടെ ഒരു സീറോയും കൂടെ ഇടുമ്പോൾ അത് 900 ആയി. അടുത്തത് x3 y3 എന്ത് വരും? x3 ഈസ് 45 y3 ഈസ് 20. 45 ഇൻറ്റു 2 ഈസ് 90. 20യുടെ ഒരു സീറോയും കൂടെ ഇടുമ്പോൾ 900 ആയി. ഇനി അടുത്തത് x4 y4 ഈസ് 30 ആൻഡ് y4 ഈസ് 25. അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങളിവിടെ x1 x2 x3 x4 അങ്ങനെ എഴുതിക്കോണം കേട്ടോ. 25 ഇൻറ്റു 3 ഈസ് 75 750. കണ്ടോ, ഇവിടെ വന്നപ്പോൾ നമുക്ക് ഡിഫറൻ്റ് ആണ് കിട്ടിയതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെഴുതാം, x1 y1 ഈസ് ഈക്വൽ ടു x2 y2 ഈസ് ഈക്വൽ ടു x3 y3 നോട്ട് ഈക്വൽ ടു x4 y4. So x and y are not in inverse proportion.